ഹായ് എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. മാജിക് ഡേ 18 ആണ്. അപ്പോൾ നമുക്കിത് മാജിക് ടു ഡു ലിസ്റ്റ് എന്നാണ് പറയാം. ടു ഡു ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാളായിട്ട് കുറേ ആഗ്രഹങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ താങ്ക് യു പറഞ്ഞ് നമ്മൾ നേടുന്നതാണ് ഇന്ന് ചെയ്യുന്ന പ്രാക്ടീസസ്. അപ്പോൾ ഇതുവരെയുള്ള ബാക്കി പ്രാക്ടീസ് ചെയ്തവർ കമൻറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ചേഞ്ചസ് നിങ്ങൾക്ക് വരും കേട്ടോ. തമാശയല്ല ഇത്. ഒരുപാട് ബ്ലെസ്സിങ്സും മിറാക്കിൾസും മാജിക്കും നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ മാജിക് ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇന്ന് അതൊക്കെ നിങ്ങളൊരു 10 ആഗ്രഹങ്ങൾ ആദ്യം ഒന്ന് എഴുതി വയ്ക്കാം. യൂണിവേഴ്സ്, എനിക്ക് ഈ ഒരു സംഭവം ലഭിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ 10 ടു ഡു ലിസ്റ്റാക്കി എഴുതിയതിന് ശേഷം അതിൽ നിന്ന് 3 ഏറ്റവും മെയിൻ വേണ്ട 3 എഗെയിൻ ഒന്നുകൂടി എഴുതിയിട്ട് അതിനൊന്നുകൂടി നന്ദി പറയാം. ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ രീതിയിൽ പറയുക. ഇപ്പോൾ ഒരു എന്തെങ്കിലും വാങ്ങാനാണെങ്കിൽ അത് ലഭിച്ചു, അപ്പോൾ ഒരുപാട് നന്ദി. ആ ഒരു ലഭിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന നിങ്ങളുടെ ആ ഒരു ഫീലിംഗാണ് അവിടെ കാണേണ്ടത്. എന്നിട്ട് നിങ്ങൾ നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. നമ്മുടെ റോണ്ട ബെയറിൻ്റെ മകളുടെ റോണ്ട ബെയറാണ് ഈ ഒരു ബുക്ക് എഴുതിയത്, മാജിക് എന്ന് പറയുന്ന പ്രാക്ടീസസ്. അപ്പോൾ അവരുടെ ലൈഫിലുണ്ടായ ഓരോ എക്സ്പീരിയൻസസാണ് അവർ ഒരു 28 ചലഞ്ചസ് ആക്കിയിട്ട് അവർ ഓരോ ദിവസവും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ മകളുടെ പേഴ്സ് പെട്ടെന്ന് കാണാതായപ്പോൾ വീട്ടിൽ ഫുള്ള് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞിട്ടും കിട്ടിയില്ല. പക്ഷേ മകള് ആ ഒരു യൂണിവേഴ്സ്, എനിക്ക് എൻ്റെ പേഴ്സ് ലഭിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റ് ഗോ ചെയ്താണ് നെക്സ്റ്റ് അവരുടെ കാര്യത്തിലേക്ക് മുഴുകിപ്പോയി. പക്ഷേ പേഴ്സ് ഒരു പേഴ്സിന് വഴിയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് അവർ ടെലിഫോൺ നമ്പറിലൊക്കെ പോയി ഇവരുടെ നമ്പർ സെർച്ചൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ ഇവർക്ക് ആ ഒരു പേഴ്സ് എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റോണ്ടബേറിൻ്റെ മകളെ നോക്കിയപ്പോൾ ഇവരുടെ നമ്പറൊന്നും ടെലിഫോണിൻ്റെ അവിടെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ എങ്ങനെ കിട്ടിയെന്ന് ഇവർ ചിന്തിച്ചു. പക്ഷേ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മിറാക്കുലസ്ലി അത് നമ്മളുടെ അടുത്തേക്ക് വരും. എങ്ങനെ വരുമെന്നൊന്നും നോക്കണ്ട. അതാണ് യൂണിവേഴ്സിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നന്ദി പറയുക. നിങ്ങളുടെ ഓരോ സാധനത്തെ നിങ്ങളുടെ കയ്യിലുള്ളതിന് നന്ദി പറയുക. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എപ്പോഴും ഓരോ കാര്യത്തും നന്ദി പറയുക, അതിന് വാല്യൂ കാണുക. നിങ്ങൾ ആ ഒരു വാല്യൂ ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ആ ഒരു സാധനം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ് മാജിക് ടു ഡു ലിസ്റ്റാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അല്ലെങ്കിൽ വേണ്ടതായ പെട്ടെന്ന് നേടിയെടുക്കേണ്ട 3 കാര്യങ്ങൾ, 10 കാര്യങ്ങൾ എഴുതുക. അതിൽ നിന്ന് 3 കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുക. യൂണിവേഴ്സ്, എനിക്കത് ലഭിച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യത്തെ സ്പർശിക്കുന്നതായിട്ടും കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടും അറിയുന്നതായിട്ടും ഒക്കെ നിങ്ങളുടെ ആ ഒരു സ്പർശനം, ഈ 5 സെൻസസ് നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്വലൈസേഷൻ വളരെ ഈസിയാണ്. നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ള കാര്യം നമുക്കത് ലഭിക്കുന്നതായിട്ട് നമ്മളിങ്ങനെ ഡ്രീംസ് കാണുക, ഡേ ഡ്രീം കാണുന്ന പോലെ നല്ല രീതിയിൽ ഹാപ്പിനെസ്സോടെ കാണുമ്പോൾ പെട്ടെന്ന് നടക്കുകയാണ് നിങ്ങൾക്ക് ചെയ്യുക. അതാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് മാജിക് ടു ഡു ലിസ്റ്റ്. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളിങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, പിന്നെ ചെയ്യാം, നാളെ ചെയ്യാമെന്ന് കരുതി മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും. ആ കാര്യങ്ങൾ വേഗം തന്നെ എടുത്ത് ഇന്ന് തന്നെ ചെയ്യാം. നാളെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വപ്നം മാത്രമാണ്. നമുക്ക് കയ്യിലുള്ളത് ഇന്നാണ്, പ്രസൻറ്റ് മൊമെൻ്റാണ്. നാളെ ചിലപ്പോൾ ഭൂമിയില്ലാതെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾക്കൊന്ന് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇന്ന് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അതിനൊക്കെ നന്ദി പറയുക, അതിന് വിഷ്വലൈസേഷൻ ചെയ്യാം. ഓക്കെ, പാസ്റ്റിലും നിങ്ങൾ കുടുങ്ങിയിരിക്കാതിരിക്കുക, ഫ്യൂച്ചറിലേക്കും പോകാതിരിക്കുക. നിങ്ങൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നിങ്ങൾ കൂടുതലും ഹീൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ആ ഒരു മൊമെൻറ്റിലുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മാജിക് പ്രാക്ടീസസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിനെയാണ്. നമ്മുടെ ലൈഫിൽ സാധാരണ ഒരു പേഴ്സൺ എപ്പോഴും അവൻ്റേതായിട്ടുള്ള കുറവുകളെയാണ് ഫോക്കസ് ചെയ്യുക. കുറവുകളെ ഫോക്കസ് ചെയ്യുമ്പോൾ അവൻ്റെ ലൈഫിൽ കുറവുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. എന്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും. സോ ബ്ലെസ്സിങ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് മതിയാവില്ല. കൗണ്ട്ലെസ് ആയിട്ട് അത്രയും ബ്ലെസ്സിങ്സ്, മാജിക്, മിറാക്കിൾസ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ കുമിഞ്ഞു കൂടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള
എപ്പോഴും ചെറുതായിട്ടൊരു ട്രിഗർ വരുമ്പോഴും നിങ്ങൾ ട്രിഗറിനെ നോക്കാതെ എൻ്റെ ലൈഫ് ഇത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, സോ താങ്ക് യു സോ മച്ച്, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ എനർജി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാജിക്കാണ് വരാൻ പോകുക. ഓക്കെ, അപ്പോൾ ഇത് മാജിക് ടു ഡു ലിസ്റ്റാണ്. നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഓരോ കാര്യത്തിൽ നന്ദി പറയുക. പെട്ടെന്ന് എന്തെങ്കിലും മിസ്സായി പോവുക, ഫോൺ മിസ്സാവുക, കീസ് മിസ്സാവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എനിക്കത് ലഭിച്ചതിന് ഒരുപാട് നന്ദി, താങ്ക് യു എന്ന് പറഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ്ലി ലീവ് ചെയ്ത് നിങ്ങളുടെ നെക്സ്റ്റ് ജോലിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ആ ഒരു സംഭവം നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആ വൈബ്രേഷൻസ് നിങ്ങൾ കൊടുത്തല്ലോ, അപ്പോൾ ആ വൈബ്രേഷൻസ് നിങ്ങളുടെ അടുത്തേക്ക് തേടി വരും. ഓക്കെ, അതാണ് ഇന്നത്തെ പ്രാക്ടീസ് മാജിക് ടു ഡു ലിസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എഴുതി എടുത്തിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യുക, വേഗം തന്നെ അത് സക്സസ് ആകുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. 28 ഡേയ്സ് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ 1 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഈ പ്രാക്ടീസ് ചെയ്ത ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ് സക്സസ് ആയിട്ട്. നിങ്ങൾക്ക് സക്സസ് സ്റ്റോറി പറയാൻ നിങ്ങൾ റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, അത്രയും ട്രസ്റ്റോടെയാണ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വൈബ്രേഷൻസ് അലൈൻമെൻറ്റിലെത്താനും നിങ്ങളുടെ വിഷസൊക്കെ പെട്ടെന്ന് തന്നെ ട്രൂ ആവാനും ചാൻസസ് ഒരുപാട് ഹൈ ആണ് കേട്ടോ. ഓക്കെ, സോ ഇതാണ് മാജിക് പ്രാക്ടീസ് ഡേ 18 ആണ്. ഇനി നമുക്ക് 10 ഡേയ്സും കൂടെ ഉള്ളൂ ഈ 28 ഡേ ചലഞ്ചസ് ഫിനിഷ് ചെയ്യാൻ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. ഇനി നിങ്ങൾക്ക് ടാരോ കോഴ്സ്, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിലൊക്കെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. സബ് കോൺഷ്യസ് ഹീലിംഗ് 2 ലെവലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്, ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് ലെവൽ. നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇന്നർ ചൈൽഡ് വൂൺസ് ഒരുപാട് ഉണ്ടെങ്കിൽ ഇന്നർ ചൈൽഡ് ഒക്കെ ലെവൽ 2 അല്ല അഡ്വാൻസിലാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.